ഗൈസ് അങ്ങനെ നമ്മൾ ഹിൽ ഡിസ്ട്രിക്ട് ക്ലബ്ബ് എന്ന് പറയുന്ന റിസോർട്ടിലെത്തിയിട്ടുണ്ട് വയനാട്ടിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ലഗേജൊക്കെ ഇറക്കി പിന്നെ നമുക്ക് അവർ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കൾസ് അത് മുഴുവൻ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ബെഡ്റൂംസിനും അവിടെ ബാൽക്കണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൂം ചെയ്യുന്നതാണ് അവിടുത്തെ സ്വിമ്മിംഗ് പൂള്. വയനാട്ടിലെ ലാർജസ്റ്റ് സ്വിമ്മിംഗ് പൂളുള്ള റിസോർട്ടാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പൂളിൽ ചാടാനായിട്ട് എല്ലാവരും ഭയങ്കര ത്രില്ലിൽ പോവാണ്. എൻ്റെ ഇസൂനാണ് ഗൈസ് ഏറ്റവും കൂടുതൽ ഇത് വെള്ളത്തിൽ. അവൾക്ക് കുഞ്ഞുനാൾ മുതലേ വെള്ളം എന്ന് പറഞ്ഞ് ഭയങ്കര ചാട്ടമാണ്. എവിടെ പോയാലും പൂളുണ്ടോ അപ്പി എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ഉള്ള അടുത്തുള്ള കുളമൊക്കെ കണ്ട് കുളത്തിൽ 2 അരയനൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അജ്മലിൻ്റെ ബർത്ത്ഡേ നമ്മൾ പോയതിൻ്റെ പിറ്റേന്നായിരുന്നു. അന്നിപ്പോൾ ഷിഫാന ഒരു കേക്കൊക്കെ അവിടെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ ബാർബിക്യൂ അത് ചേട്ടൻ സെറ്റാക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ വേണ്ടവരുമായിട്ട് അത് തന്നെ അവിടെ ഓർഡർ കൊടുക്കണം, എന്നാലേ അത് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പൂളിലേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പൂളിൽ ഇറങ്ങി പിന്നെ കുറേ നേരം അവിടെ ക്ലോറിനിലായിരുന്നു. നമ്മുടെ കൈയൊക്കെ എന്തോ പോലെ പിരിപിരാന്ന്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് കയറി. അത് കഴിഞ്ഞ് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വന്ന് നമ്മുടെ ബാർബിക്കൊക്കെ കഴിക്കാനായിട്ടൊക്കെ വിശന്ന്. പൂളിൽ ഇറങ്ങുമ്പോഴേ ഇറങ്ങി കയറുമ്പോൾ കുളിച്ചിട്ട് കയറുമ്പോൾ ഒരു വിശപ്പാണല്ലോ. അങ്ങനെ എല്ലാം അറ്റാക്ക് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് ഭയങ്കര ഇതിൽ കഴിക്കണം. പക്ഷേ കുറച്ച് കഴിച്ചുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ അന്ന് പോയി പിന്നെ റൂമിൽ പോയി കിടക്കുകയൊക്കെ ചെയ്തു. പിന്നെ രാവിലെ ആവണിച്ചിക്ക് അവിടെ കെറ്റിലും സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കോഫിയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ വെളുപ്പിനെ എണ്ണീറ്റ് വാക്കിങ്ങിനൊക്കെ പോകണമെന്ന് ഓർത്തായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല ഗൈസ്. പിള്ളേർ എണ്ണീറ്റില്ല. പിന്നെ വലിയ കോടയും മഞ്ഞൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ താമസിച്ചാണ് 8 മണിയോടുകൂടിയാണ് പോയത്. അങ്ങനെ അവിടുത്തെ കുറേ ഇൻഡോർ ആക്ടിവിറ്റീസിലൊക്കെ കളിച്ച് പിന്നെ പിള്ളേരുണ്ടോ ചെസ്സ് കളിക്കുന്നത്. പിന്നെ ഞങ്ങൾ ക്യാരംസ് ബോർഡൊക്കെ ചെറുതായിട്ടങ്ങ് മൂവ് ചെയ്ത് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വെളിയിലിടയ്ക്ക് ഇറങ്ങി മീനെയൊക്കെ പിടിക്കാമെന്ന് ഓർത്ത് അവിടെ ചൂണ്ടയിട്ട് പിടിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ മീനെയൊക്കെ പിടിച്ച് ആ മീനെ അവർ ചൂടോടെ ഫ്രൈ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ കൊണ്ട് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ അതിനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവയണിച്ച് കണ്ടോ ഗൈസ് പിള്ളേരുടെ അടുത്ത് കയറുന്നത്. പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ അത് പഴം വാട്ടിയത്, മുട്ട പുഴുങ്ങിയത്, പിന്നെ ഗ്രീൻ ബീൻസ് കറി, ബജ്ജിക്കറി, ഇടിയപ്പം, പൂരി ഇതൊക്കെയായിരുന്നു. അങ്ങനെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബ്രെഡും ബട്ടറും ജാമും വെച്ചിട്ടുണ്ട്. എൻ്റെ ഈസുമാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ് ഗൈസ്. പക്ഷേ അതിൻ്റെ വർക്കിംഗ് ഒന്നും നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ വെറുതെ എന്തിനാ, അല്ല നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിരുന്നു. പിന്നെ ആ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി റിസോർട്ടായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മുടെ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യാം.